തലസ്ഥാനം ക്രിക്കറ്റ് ലഹരിയിൽ മുഴുകിയിരിക്കുകയാണ്. ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയിലെ അവസാന ട്വന്റി പോരാട്ടത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സഞ്ജു സാംസൺ ആദ്യമായി സ്വന്തം മണ്ണിൽ ഇറങ്ങുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. 8 വർഷത്തിനു ശേഷം ഇന്ത്യയും ന്യൂസിലൻഡും വീണ്ടും കാര്യവട്ടത്തെ ഏറ്റുമുട്ടുന്ന മത്സരം കൂടിയാണ് ഇത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആഷിഖ് റഹ്മാനും രുജീഷ് വി രവീന്ദ്രനും ചേർന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ആനന്ദ്, വലിയ ആവേശം. ഒരുപക്ഷെ കാര്യവട്ടം കണ്ടതിൽ വെച്ച് വലിയ ക്രൗഡിന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ചുറ്റുവട്ടം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യവട്ടത്തിന്റെ പ്രധാന പ്രവേശന കവാടമാണ്. ഇവിടെ മുഴുവൻ ആളുകൾ ഇപ്പോൾ തന്നെ 3 മണിക്ക് ശേഷം ആളുകൾ ഇപ്പോൾ കളിക്ക് കാണാൻ സ്റ്റേഡിയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ജേഴ്സി അടക്കം സ്വന്തമാക്കി തങ്ങളുടെ പ്രിയ താരങ്ങളെ, അതിൽ ധോണി അടക്കം, രോഹിത് ശർമ്മ അടക്കം, പഴയകാല താരങ്ങളുടെ അടക്കം ജേഴ്സി സ്വന്തമാക്കിക്കൊണ്ടാണ് ആരാധകർ ഇപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പക്ഷേ ഇപ്പോൾ സഞ്ജു ഫാൻസിന്റെ ഒരു മീറ്റപ്പാണ്. അങ്ങനെ വലിയ രീതിയിൽ ആരാധകർ ഇന്നത്തെ മത്സരം ആവേശമാക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലുമാണ്. 40,000 ആളുകൾ ഉൾക്കൊള്ളുന്ന ഈ സ്റ്റേഡിയം ഇന്ന് പൂർണ്ണമായും നിറഞ്ഞു കഴിയുമെന്നതിൽ ഒരു സംശയമില്ല. അത്രയ്ക്കധികം ടിക്കറ്റ് വിൽപ്പന അതിവേഗം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ സഞ്ജുവിന്റെ ഒരു ഫാൻസ് മീറ്റപ്പ് ഉണ്ട്. സഞ്ജുവിന്റെ ആരാധകരാണ് നമ്മളോട് ചേരുന്നത്. ഇന്നത്തെ സഞ്ജു എത്തരത്തിലുള്ള പ്രകടനം ഉണ്ടാവും? കഴിഞ്ഞ 4 മത്സരം നിരാശപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ് ഇന്നൊരു പ്രകടനം? നീണ്ട 11 വർഷത്തെ ഇന്റർനാഷണൽ കരിയറിന് ശേഷം ആദ്യമായിട്ടാണ് സഞ്ജു ഇന്ന് ഡെബ്യൂട്ട് മാച്ച് കളിക്കാൻ ഇറങ്ങുന്നത്. എന്തായാലും ഇന്നൊരു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വമ്പൻ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. കാരണം അതിനുള്ള കാര്യപ്രാപ്തിയുണ്ട്, കഴിവുണ്ട്, തൻ്റെയോടും പുള്ളിക്കാരനുണ്ട്. അത് ഇന്റർനാഷണൽ മാച്ച് ലാസ്റ്റ് അല്ല, അതായത് അടുപ്പിച്ച് 5 മാച്ച് ഇടയ്ക്ക് 3 സെഞ്ചുറി അടിച്ച് കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. അതായത് വേൾഡ് കപ്പിൽ ഉള്ള ഫസ്റ്റ് വിക്കറ്റ് കീപ്പറാണ്. അത് പുള്ളിക്കാരന് കഴിവ് തെളിയിക്കാനുള്ള അവസരം ഇന്ന് കിട്ടുകയും ചെയ്യും, അത് കാണിക്കാൻ പറ്റുകയും ചെയ്യും, അത് നേടിയിരിക്കും പുള്ളിക്കാരനത്. ലോകകപ്പിന് മുമ്പുള്ള അവസാന മത്സരമാണ്. സഞ്ജു മിന്നി തിളങ്ങുമോ? ഉറപ്പായിട്ടും മിന്നി തിളങ്ങും. എന്താ ഒരു പ്രകടനം പ്രതീക്ഷിക്കുന്നത്? 4 മത്സരങ്ങൾ നിരാശപ്പെടുത്തി, 5ാമത്തെ മത്സരമാണ്, സ്വന്തം നാട്ടിലാണ്. എന്താണ് പ്രതീക്ഷ? അപ്പുറത്തേക്ക് സഞ്ജു ലോകകപ്പിലേക്ക് പോകാൻ പോവാണ്. എങ്ങനെയാണ് ആ ലോകകപ്പിലേക്ക് സഞ്ജു എത്തേണ്ടത് പ്രതീക്ഷിക്കുന്നത്? അവസാന മത്സരമാണ്, നിങ്ങൾക്ക് മുമ്പിലാണ് കളിക്കാൻ പോകുന്നത്. സഞ്ജു ഇന്ന് നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കും. ഉറപ്പായിട്ടും സെഞ്ചുറി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അതിനെല്ലാം വെയിറ്റിംഗ് ആണ്. ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ആരാധകർക്ക് മുഴുവൻ പറയാനുള്ളത്. സഞ്ജുവിന്റെ സെഞ്ചുറി 2024 തുടർച്ചയായി സെഞ്ചുറികൾ അടിച്ച് ആരാധകരെ നെട്ടിച്ച സഞ്ജു ഇന്ന് എത്രത്തോളം ഒരു പ്രകടനം സഞ്ജുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. നമ്മളോട് കൂടി ഇപ്പോൾ രുചിഷ് വി രവീന്ദ്രനോട് ചേരുന്നുണ്ട്. രുചിഷ്, എങ്ങനെയാണ് ഇന്നത്തെ മത്സരം? പ്രത്യേകിച്ച് സഞ്ജുവിന് ഏറെ നിർണായകമായ മത്സരമാണ്. ആരാധകരെല്ലാം സെഞ്ചുറി എന്ന് മാത്രമാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ആഷിക, സഞ്ജുവിന്റെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ വലിയ ആവേശത്തിൽ കാത്തിരിക്കുന്നത് അദ്ദേഹം ആദ്യമായി കാര്യവട്ടത്ത് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്നു എന്നുള്ള ആവേശത്തിലാണ്. കാരണം മുമ്പ് ഇന്ത്യക്കൊപ്പം ഇവിടെ വന്നപ്പോഴൊക്കെ നമ്മൾ സഞ്ജു കളിക്കുമോ എന്ന ചോദ്യമായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അവസാനം സഞ്ജു കളിക്കാതെ നിരാശപ്പെടുന്നതാണ് കണ്ടത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. സഞ്ജു ഓപ്പണിംഗ് സ്ലോട്ടിൽ തുടർച്ചയായി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു എന്ന ആവേശം ഈ ആരാധകർക്കൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ തന്നെ അതിന് തൊട്ട് മുന്നിൽ നമുക്ക് കാണാം. സഞ്ജു സെഞ്ചുറി അടിച്ചുള്ള ആഘോഷത്തിലുള്ള ഒരു കട്ടൗട്ടാണ്. അത് തന്നെയാണ് അവരുടെ വാക്കുകളിലുള്ളത്. കാരണം ഒരു സെഞ്ചുറിയിലൂടെ ഫോമിലേക്ക് തിരിച്ചെത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ 5 മത്സരങ്ങൾക്കിടയിൽ 3 സെഞ്ചുറി നേടിയ ഒരു താരമാണ്. അത്രമാത്രം ആവേശമുണ്ട് സഞ്ജു മത്സരത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സ്വന്തം നാട്ടിൽ മത്സരത്തിലേക്ക് വരുമ്പോൾ. നമുക്ക് ഇവിടെ കാണാം, ഇന്ത്യ ഒരുപക്ഷെ ഇത്രയും സമ്മർദ്ദമില്ലാതെ ലോകകപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ അധികം കണ്ടിട്ടില്ല. കാരണം തുടർച്ചയായി വിജയിച്ച ഒരു ടീമാണ്. അവസാന മത്സരത്തിൽ ന്യൂസിലൻഡിനോട് ഒരു പരാജയം ഏറ്റുവാങ്ങിയാൽ പോലും ഈ പരമ്പര നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് അവസാന മത്സരത്തിലേക്ക് പോകുമ്പോൾ ജയം എന്നത് തന്നെ, സ്വന്തം മണ്ണിൽ ജയം കുറിച്ച് പോകാം എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ടീമിനുള്ളത്. നമ്മൾ പല ആരാധകരോട് ചോദിക്കുമ്പോഴും അവരുടെ പ്രതീക്ഷ ഏതാണ്? ലോകകപ്പിലേക്ക് പോവുകയാണ്. അവിടെ സഞ്ജുവിന്റെ ഒരു മികച്ച പ്രകടനം എല്ലാവരും ആഗ്രഹിക്കും. ഈ സഞ്ജുവിന്റെ ഈ ഒരു സെലിബ്രേഷൻ ഇന്ന് ഇതിവിടെ ഉണ്ടാവും. കാരണം ആ കൈ മടക്കിയിട്ടുള്ള സെലിബ്രേഷൻ വല്ലാത്തൊരു ഫീലാണ് നമുക്ക്. അത് ഇന്ന് ഉണ്ടാവോ? തീർച്ചയായും. നമ്മൾ KCL ഒക്കെ കേരളത്തിൽ കണ്ടു. KCL വെടിക്കെട്ട് പ്രകടനത്തോടെയാണ് വീണ്ടും സഞ്ജു ഒരിക്കൽ കൂടി ടീമിലേക്ക് ആവേശത്തോടെ എത്തിയത്. അതുകൊണ്ട് KCL കാണുന്നത് അത് സ്വന്തം മണ്ണിൽ ആരാധകർക്ക് മുന്നിലുള്ള ആഘോഷമാണ് എങ്കിൽ അത് ഇന്ത്യൻ ടീമിന് വേണ്ടി ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജു അതേ ആഘോഷം നടത്തട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രകടനം. ഒരുപക്ഷെ 2020 സെഞ്ചുറി എന്ന് പറയുന്നത് അപൂർവമായി സംഭവിക്കുന്ന, വളരെ ഇടവേളകളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സഞ്ജു അത് 5 മത്സരത്തിനിടയിൽ 3 തവണ നേടിയ ഒരു താരം കൂടിയാണ്. അതുകൊണ്ട് സഞ്ജുവിൽ നിന്ന് എപ്പോഴും അത് പ്രതീക്ഷിക്കാം. അത് പലപ്പോഴും ഇപ്പോൾ വിമർശകർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൺസിസ്റ്റൻസി എന്ന വാക്ക് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ വിമർശകർക്കുള്ള ഒരു മറുപടി അത് സഞ്ജുവിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ സെഞ്ചുറി തന്നെ ആകണമെന്നില്ല, ഒരു മികച്ച ഒരു പ്രകടനമാകാൻ
2020-ൽ 1-2 ഓവറുകൾ മാത്രം മികച്ച രീതിയിൽ കളിച്ചാൽ ആ മത്സരത്തിന്റെ ഗതി തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്നതാണ് 2020-യുടെ ഒരു സൗന്ദര്യം. അതുകൊണ്ട് സഞ്ജുവിൽ നിന്ന് ഒരു മികച്ച പ്രകടനം അത് ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് 40,000-ലധികം ആളുകൾ ഈ സ്റ്റേഡിയത്തിലെത്തി. കഴിഞ്ഞ മത്സരത്തിന് ഇത്തരത്തിലൊരു ക്രൗഡ് വന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? കാരണം സഞ്ജുവിന്റെ ഒരു സാന്നിധ്യം തന്നെ ആയിരിക്കും ഇന്ന്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏത് മത്സരം നടന്നാൽ അത് ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും കേരളത്തിലെ ആരാധകർക്ക് അത് ആഘോഷമാക്കുക എന്നത് വളരെ മുൻപും നമ്മൾ കാണുന്നതാണ്. അത് കൊച്ചിയിൽ മത്സരം നടക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. പക്ഷേ കാര്യവട്ടത്തെ സ്റ്റേഡിയം വന്നതിന് ശേഷം എപ്പോഴും നമ്മൾ കാണുന്നത് ഈ അർത്ഥത്തിൽ ആരാധകരുടെ ഒരു ആവേശം കാണാം. പക്ഷേ ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ്. സഞ്ജുവിന്റെ ആദ്യത്തെ മത്സരം, അദ്ദേഹം സ്വന്തം നാട്ടിൽ കളിക്കുന്ന ആദ്യത്തെ മത്സരം എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, നേരത്തെയുള്ള ലൈവിൽ സൂചിപ്പിച്ചതാണ്, ഈ ഏത് വലിയ താരത്തിനും ആരാധകരുള്ള ഒരു സ്ഥലമാണ് കേരളം. കാരണം അത് ക്രിക്കറ്റിൽ മാത്രമല്ല ഏത് മേഖല എടുത്താലും, കായിക മേഖല എടുത്താലും ആ അർത്ഥത്തിൽ തന്നെയാണ് കേരളം എപ്പോഴും ആഘോഷിക്കാറുള്ളത്. അതിന്റെ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം. കാരണം മത്സരം തുടങ്ങാൻ ഇനിയും എത്രയോ മണിക്കൂറുകളുണ്ട്. കാരണം 7 മണിക്കാണ് മത്സരം നടക്കേണ്ടത്, 6:30-ക്കാണ് ടോസ് ഇടേണ്ടത്. പക്ഷേ ഈ നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ്, വലിയ വെയിൽ ഈ സ്ഥലത്തുണ്ട്, വലിയ ചൂടുണ്ട്. പക്ഷേ ആരാധകർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. മേളങ്ങളുമായി വലിയ ആവേശത്തോടെ ആരാധകർ നിറഞ്ഞു വരുന്നതാണ്. അവർ ആ ഗാലറി, എനിക്ക് തോന്നുന്നു മത്സരം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ ഗാലറി നീലക്കടലായി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറാണ്. മീഡിയ ഗാലറി പോയിരിക്കോ അതോ സ്റ്റേഡിയത്തിൽ പോയിരിക്കോ? സ്റ്റേഡിയത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ആവേശം കാണുമ്പോൾ അതാണ് നമുക്ക് ഇപ്പോൾ ഈ പ്രേക്ഷകർക്ക് കാണാം. ആഷിക്കും ഇന്ത്യൻ പതാകയൊക്കെ മുഖത്ത് വരച്ചുകൊണ്ട് വലിയ ആവേശത്തിനൊപ്പം പങ്കുചേർന്നാണ് കണ്ടത്. അല്പസമയം മുൻപ് ജേഴ്സി കൂടി ധരിച്ച് ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത ലൈവിൽ ആഷിക്ക് ജേഴ്സി ധരിച്ച് ലൈവ് ചെയ്യുന്നതും കാണാം. എന്തായാലും വലിയ ആവേശം. നിങ്ങൾക്കത് പറഞ്ഞറിയിക്കാൻ എത്രത്തോളം കഴിയുമെന്നറിയില്ല. ഈ റോഡ് മുഴുവൻ, പ്രവേശന കവാടം മുതൽ സ്റ്റേഡിയം വരെ നിറഞ്ഞു കവിഞ്ഞ ആരാധകരെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമ്മൾ വലിയൊരു ഇന്ത്യയുടെ ഇന്റർനാഷണൽ മത്സരക്കാലത്ത് എല്ലാവിധ ആവേശവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ വിഭാഗത്തിനും ഇപ്പോൾ ചെന്നൈയിൽ മുമ്പ് വന്ന കുറച്ച് ആളുകൾ നമ്മൾ ഇപ്പോൾ മുമ്പ് കണ്ടു. ഇപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് വന്ന ആളുകൾ ഇവിടെ വലിയ ആവേശം പങ്കുവെക്കുകയാണ്. ആരാധകരുണ്ട്. നമുക്ക് കുറച്ചുകൂടി അവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു മത്സരം? സമയപരിമിതി കൊണ്ട് തൽക്കാലം ഇടപെടുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ